ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. 2ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മലയാളമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും 2025 നമ്മുടെ പുതിയ വർഷത്തിലെ പുതിയ ടെക്സ്റ്റ് ബുക്കാണ് 2ാം ക്ലാസ്സിലെ കൂട്ടുകാർ പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ വർഷത്തിൽ നമ്മൾ പഠിച്ച 2ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് ഒന്നും അല്ല, ഈ വർഷം മുതൽ പുതിയ സിലബസ് ആണ്, പുതിയ ടെക്സ്റ്റ് ബുക്കാണ്. മലയാളം മാത്രമല്ല, എല്ലാ ടെക്സ്റ്റ് ബുക്കും നിങ്ങൾക്ക് പുതിയതായിരിക്കും അല്ലേ. പുതിയതെന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷത്തിലെ 2ാം ക്ലാസ്സിലെ കൂട്ടുകാർ പഠിച്ച ടെക്സ്റ്റ് ബുക്ക് ആയിരിക്കില്ല നിങ്ങൾക്ക് ഈ വർഷം മുതൽ പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ എന്ത് ചെയ്യണം? ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ക്ലാസ് മുഴുവനും കാണണം, സ്കിപ്പ് ചെയ്യാതെ. കണ്ടതിന് ശേഷം ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ മലയാളം മാത്രമല്ല, നമ്മൾ എല്ലാ സബ്ജക്റ്റ് ക്ലാസ്സുകളും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. മലയാളം, ഇംഗ്ലീഷ്, അതേപോലെ തന്നെ മാത്സ്, മലയാളം മീഡിയം കൂട്ടുകാർക്ക് ആവശ്യമായ കണക്ക്, അങ്ങനെ എല്ലാ സബ്ജക്റ്റ് ക്ലാസ്സുകളും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എല്ലാ സബ്ജക്റ്റിനും പ്ലേലിസ്റ്റും ഉണ്ട്. എല്ലാ പ്ലേലിസ്റ്റിനും ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ പുതിയ ടെക്സ്റ്റ് ബുക്ക്, നമ്മുടെ 2025 നമുക്ക് കിട്ടിയ നമ്മുടെ പുതിയ ടെക്സ്റ്റ് ബുക്ക് 2ാം ക്ലാസ്സിലെ കൂട്ടുകാരെ ഫസ്റ്റ് പഠിക്കുന്ന നിങ്ങളുടെ പുതിയ ടെക്സ്റ്റ് ബുക്കിൽ, മലയാളം ടെക്സ്റ്റ് ബുക്കിൽ ഫസ്റ്റത്തെ ചാപ്റ്റർ ഏതാ നമുക്ക് നോക്കിയാലോ? മലയാളത്തിലെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ പേരാണ് മഴയോ മഴ. എന്താണ് പാഠത്തിന്റെ പേര്? മഴയോ മഴ. നല്ല മഴക്കാലമായി അല്ലേ, നല്ല മഴയായിരിക്കും. അപ്പൊ മഴയുമായി ബന്ധപ്പെട്ട ഒരു പാഠം തന്നെയാണ് നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാനും പോകുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ മഴയോ മഴ. ഒരു ചെറിയൊരു കവിതയാണ്, ഒരു ചെറിയൊരു പാട്ടാണ് കേട്ടോ. മഴയോ മഴ എന്ന് പറയുന്നത് ഒരു ചെറിയൊരു കവിതയാണ്. അപ്പൊ നമുക്ക് ആദ്യം ഇത് എന്ത് ചെയ്യാം? ഒരു തവണ വായിക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് ചിത്രത്തിൽ കാണുന്നത്? എന്താ, കുറേ കൂട്ടുകാരെ ഒന്നിച്ച് മഴയത്ത് കളിക്കുകയാണ് അല്ലേ. നിങ്ങൾ ഇതുപോലെ മഴയത്ത് കളിക്കാറില്ലേ? മഴയൊക്കെ വരുമ്പോൾ നല്ല സന്തോഷമായിട്ടല്ലേ മഴയത്ത് തുള്ളിച്ചാടി കളിക്കുകയാണ് ഇവിടെ കുറച്ച് കൂട്ടുകാര്. മഴയുമായി ബന്ധപ്പെട്ട പാട്ടാണ്, കവിതയാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. മഴയോ മഴ എന്നാണ് പാഠത്തിന്റെ പേര്. മഴ 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 പെയ്യണ, പുഴ 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 നിറയണ, മഴ മഴയത്ത് നനയണ, കുടയില്ലാത്ത കുട്ടിയോള് കുടയില്ലാത്ത കുട്ടിയോള്, മഞ്ഞ് മഞ്ഞ് പെയ്യണ, മണ്ണ് മണ്ണ് കുളിരണ, മഞ്ഞു മഞ്ഞത്ത് തണുക്കണ, പുതപ്പില്ലാത്ത കുട്ടിയോള് പുതപ്പില്ലാത്ത കുട്ടിയോള്. കുട്ടിയോളെന്ന് പറയുന്നത് ഒരു സംസാരിക്കുന്ന രീതിയാണ് കേട്ടോ. അത് കുട്ടികൾ എന്ന് പറയുന്നത് തന്നെ എന്താണ്? കുട്ടിയോളെന്ന് പറയണത്. അപ്പൊ എങ്ങനെ കളിക്കുന്നത്? മഴ വന്നൂല്ലേ, നല്ല മഴയത്ത് കളിക്കുകയാണ്. മഴ 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 പെയ്യുന്നു എന്നാണ് പെയ്യണ എന്ന് പറയണത്. പുഴ 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 നിറയണ, മഴ മഴയത്ത് നനയണ, കുടയില്ലാത്ത കുട്ടികൾ. എങ്ങനെയാണ് കുട്ടികള്? കുടയില്ല അല്ലെ, കുടയോ പുതപ്പോ ഒന്നും ഇല്ലാതെ മഴയത്ത് നല്ല നനഞ്ഞ് കളിക്കുകയാണെന്നാണ് നമ്മുടെ ഈ കവിതയിൽ പറയുന്നത്. ഇവിടെ എന്താ ചെയ്യാനാ പറയണത്? വായിക്കാം, ഒത്തുപാടാം. എന്ത് ചെയ്യണം? ഈ കവിത ഒന്ന് വായിച്ചു നോക്കുക. വായിച്ചിട്ട് എന്ത് ചെയ്യണം? കൂട്ടുകാരുമൊത്ത് ഒത്തു പാടാനാണ്. ഒരു ടൂണൊക്കെ കൊടുത്ത രീതിക്ക് ഈണത്തിൽ പാടാനാണ് പറയുന്നത്. അടുത്ത പേജിൽ നമുക്ക് ചിത്രം വരയ്ക്കാൻ പറയുന്നുണ്ട്. എന്തിനെ കുറിച്ച് ചിത്രം വരയ്ക്കുന്നത്? മഴ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്താ ഓർമ്മ വരിക? നമ്മുടെ എല്ലാവരുടെ കയ്യിലും എന്തുണ്ടാവും? കുടയുണ്ടാവും അല്ലേ. മഴക്കാലത്ത് തീർച്ചയായിട്ടും നിങ്ങളുടെ കയ്യിൽ കുടയുണ്ടാവും. നമ്മൾ സ്കൂളിലേക്ക് പോകുമ്പോൾ, സ്കൂൾ തുറക്കുന്ന സമയത്ത് പുതിയ ബാഗും ബുക്കും ഒക്കെ ആയി പോകുന്ന സമയത്ത് എന്തും കൂടെ കൊണ്ടുപോകും? പുതിയ കുടയും കൂടി ചേർത്തല്ലേ നിങ്ങൾ കൊണ്ടുപോയിട്ടുണ്ടാവുക. നിങ്ങളുടെ കയ്യിലൊക്കെ കുടയുണ്ടാവില്ലേ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ ഒരു കുട വരയ്ക്കാനാണ് പറയണത്. കുട ഇവിടെ എന്ത് ചെയ്യണം? ഈ കാണുന്ന സ്പേസിൽ ഒരു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കുട വരയ്ക്കുക. അടുത്തത് ഒരു കടങ്കഥയാണ് കേട്ടോ തന്നിരിക്കുന്നത്. കടങ്കഥയുടെ ഉത്തരമാണ് എഴുതേണ്ടത്. ഉത്തരം കണ്ടെത്താം. എന്താണ് ചോദ്യം എന്ന് ആദ്യം വായിക്കാം. കാലിൽ പിടിച്ചാൽ തോളിൽ കയറും. എന്താ ഉത്തരം? അതെ, എന്താ ഉത്തരം? കുട. കാലിൽ പിടിച്ചാൽ എവിടെ കയറും? തോളിൽ കയറും. കൂടുതൽ കടങ്കഥകൾ കണ്ടെത്തി എഴുതാം എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? കുട എന്ന് വെച്ചാൽ അംബ്രല്ല ആൻസർ ആയിട്ട് വരുന്ന കുറച്ച് കടങ്കഥകൾ എഴുതാം. അതിനുശേഷം മറ്റു കടങ്കഥകളും കൂടെ നോക്കാം. ആദ്യം കുട ഉത്തരമായി വരുന്ന കടങ്കഥകൾ ഏതൊക്കെ നോക്കാം. ഒറ്റക്കാലൻ ചന്തയ്ക്ക് പോയി, കാലൊന്നേയുള്ളൂ യാത്രയേറെ നടത്തും, എല്ലുണ്ട് വാലുണ്ട് വെള്ളം തടയാൻ കഴിവുണ്ട്, കാല് പിടിക്കുന്നവനെ സംരക്ഷിക്കുന്നവൻ. ഇതിനെല്ലാം ഉത്തരം എന്തുതന്നെയാണ്? കുടയാണ്. ഇതെല്ലാം കടങ്കഥകളാണ്, കുടയുമായി ബന്ധപ്പെട്ട കടങ്കഥകളാണ് കേട്ടോ. അടുത്തത് മറ്റു കടങ്കഥകൾ നോക്കാം. അതായത് കുട ഉത്തരമായി വരാത്ത മറ്റു കടങ്കഥകൾ. അകത്തറുത്താൽ പുറത്തറിയും. ഉത്തരം ചക്കപ്പഴം. അകമില്ല പുറമില്ല ഞെട്ടില്ല വട്ടയില്ല. ഉത്തരം പപ്പടം. ആകാശത്തിലെത്തുന്ന തോട്ടി. ഉത്തരം എന്താ? കണ്ണ്. 1000 കിളിക്ക് ഒരു കൊക്ക്. വാഴക്കൂമ്പ്. ഒരു കുപ്പിക്ക് 2 കുഴി. മൂക്ക്.
കറിക്ക് മുമ്പൻ ഇലയ്ക്കു പിമ്പൻ. ഉത്തരം കറിവേപ്പില. അപ്പൊ അങ്ങനെ പലതും ഉത്തരമായി വരുന്ന ഒരുപാട് കടങ്കഥകളുണ്ട് അല്ലേ. അപ്പൊ അത് നമ്മൾ കുടയുമായി ബന്ധപ്പെട്ട കുറച്ച് കടങ്കഥ പഠിച്ചു. അതിനുശേഷം മറ്റു കടങ്കഥകൾ കൂടെ നമ്മൾ എന്ത് ചെയ്തു ഒന്ന് നോക്കി. പല ഉത്തരങ്ങൾ വരുന്ന മറ്റു കടങ്കഥകൾ കൂടെ നമ്മൾ പഠിച്ചു. ഇനി അടുത്ത പേജ്. പറയുമ്പോൾ മഴ പെയ്യുമോ. ഒരു പരീക്ഷണമാണ്. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്തു നോക്കാൻ, നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്തു നോക്കാൻ പറ്റുന്ന ഒരു പരീക്ഷണമാണ്. ടീച്ചർ പറയും, ടീച്ചർ കാണിച്ചു തരും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. ആ സമയത്ത് എന്ത് ചെയ്യുക, ചെയ്തു നോക്കുക. പരീക്ഷണം ഒരു എക്സ്പെരിമെന്റ് ആണ് കേട്ടോ. അപ്പൊ അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് പറയും. ഇവിടെ കണ്ടോ, 2 കുട്ടികൾ കൂടെ നിന്നിട്ട് അവർ ചെറിയൊരു പരീക്ഷണം ചെയ്യണം. ചിത്രം കാണുമ്പോൾ എന്താ മനസ്സിലാവുന്നത്? കുട്ടീൻ്റെ കയ്യിൽ ഒരു കുപ്പിയുണ്ട്, താഴെ ഒരു ബക്കറ്റ് ഉണ്ട്. കുപ്പിന്ന് വെള്ളം എങ്ങനെയാ പോകുന്നത്? മഴ പോലെ പെയ്യുന്നുണ്ട് അല്ലേ. കുട്ടി എന്താ പറയണത്? പെയ്യട്ടെ മഴ പെയ്യട്ടെ എന്ന് പറയുന്നുണ്ട്. നമുക്ക് എങ്ങനെയാണ് ഈ പരീക്ഷണം ചെയ്യണമെന്ന് ആദ്യം വായിക്കാം. ഒഴിഞ്ഞ പ്ലാസ്റ്റിക് കുപ്പിയുടെ അടിഭാഗത്ത് ധാരാളം ചെറിയ സുഷിരങ്ങൾ ഉണ്ടാക്കുക. എന്താണ് സുഷിരം എന്ന് വെച്ചാൽ എന്താ? സുഷിരം വെച്ചാല് നമ്മൾ ചെറിയ ഓട്ടകളെയാണ് സുഷിരം എന്ന് പറയാ കേട്ടോ. ചെറിയ ഓട്ടകളെയാണ് സുഷിരം എന്ന് പറയാ. കുപ്പിയുടെ മുകൾ ഭാഗത്ത് ഒരു വശത്തായി മറ്റൊരു ചെറു സുഷിരം കൂടി ഉണ്ടാക്കുക. അപ്പൊ എവിടെയാണ് ചെറു സുഷിരം ഉണ്ടാക്കേണ്ടത്? താഴെ ബോട്ടം സൈഡ്, അതായത് കുപ്പിയുടെ താഴെയായിട്ട് ധാരാളം എന്തുണ്ടാക്കണം? ചെറിയ ഓട്ടകൾ ഉണ്ടാക്കുക. അതിനുശേഷം മുകൾ ഭാഗത്തായിട്ട് കുപ്പിയുടെ മുകൾ ഭാഗത്തായിട്ട് എന്ത് ചെയ്യണം? കുപ്പിയുടെ മുകൾ ഭാഗത്തായിട്ട് ഒരു ചെറിയൊരു ഓട്ടയും കൂടെ ഉണ്ടാക്കണം. ബക്കറ്റിലെ വെള്ളത്തിൽ കുപ്പി മുഴുവനായും താഴ്ത്തി വെച്ച് കുപ്പിയിൽ വെള്ളം നിറയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? കുപ്പിയിൽ വെള്ളം നിറയ്ക്കണം അല്ലെ. കുപ്പി മുഴുവനായും താഴ്ത്തി വെച്ച് കുപ്പിയിൽ വെള്ളം നിറയ്ക്കുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അടുത്ത് എന്ത് ചെയ്യണം? കുപ്പി ഭദ്രമായി അടയ്ക്കുക. വിരൽ കൊണ്ട് വശത്തെ സുഷിരം അമർത്തി പിടിച്ച് കുപ്പി ഉയർത്തുക. എന്നിട്ട് എന്ത് ചെയ്യണം? കുപ്പിയിൽ വെള്ളമൊക്കെ നിറച്ച ശേഷം കുപ്പിയുടെ മുകൾ ഭാഗത്ത് ഒരു ഓട്ടയില്ലേ, അതിൽ അമർത്തി പിടിച്ചിട്ട് കുപ്പി എന്ത് ചെയ്യുക? ഉയർത്തുക. എന്നിട്ട് പെയ്യട്ടെ മഴ പെയ്യട്ടെ എന്ത് പറയണം? പെയ്യട്ടെ മഴ പെയ്യട്ടെ എന്ന് പറയുമ്പോൾ വിരൽ മാറ്റുക. നമ്മൾ ആ പ്രസ് ചെയ്ത് പിടിച്ചിട്ടില്ലേ, ഒരു ഓട്ടയിൽ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ആ വിരൽ അവിടെ നിന്ന് മാറ്റുക. അപ്പൊ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ അടിയിൽ കാണുന്ന ആ ചെറിയ ഓട്ടകളിലൂടെ വെള്ളം താഴോട്ട് വരും. എങ്ങനെ വരും? നമ്മൾ ധാരാളം ഓട്ടകൾ, ഒരു ഓട്ടയല്ല അല്ലെ, കുപ്പിയുടെ താഴെ ധാരാളം ഓട്ടകളില്ലേ, അതിലൂടെ എല്ലാം മഴ പെയ്യുന്ന പോലെ വെള്ളം വരും. നിൽക്കട്ടെ മഴ നിൽക്കട്ടെ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം? വീണ്ടും ആ നമ്മൾ മേലെയുള്ള സുഷിരം ആ ഓട്ട എന്ത് ചെയ്യണം? അമർത്തി പിടിക്കുക, അടച്ചു പിടിക്കുക. ഇതാണ് ചെയ്യേണ്ടത്. അപ്പൊ എന്ത് സംഭവിക്കും എന്നാണ് നമ്മളിവിടെ എഴുതേണ്ടത്. പരീക്ഷ ചെയ്തപ്പോൾ കണ്ട കാര്യങ്ങൾ എഴുതി നോക്കാം. ഞാൻ കണ്ടത്. അപ്പൊ തീർച്ചയായിട്ടും ഇത് ചെയ്തു നോക്കുക. വളരെ സിമ്പിൾ ആയിട്ടല്ലേ ഇവിടെ പരീക്ഷണം പറയണത് അല്ലേ. തീർച്ചയായിട്ടും ചെയ്തു നോക്കുക. ചെയ്തു നോക്കുമ്പോൾ നിങ്ങൾ കണ്ട കാര്യം എന്താണ്, അതാണ് ഇവിടെ എഴുതേണ്ടത്. കുപ്പിയിൽ വെള്ളം നിറച്ച സുഷിരങ്ങൾ അടച്ചു പിടിച്ചപ്പോൾ മഴ പെയ്തില്ല. സുഷിരങ്ങളിൽ നിന്നും വിരലുകൾ മാറ്റിയപ്പോൾ മഴ പോലെ വെള്ളം പുറത്തേക്ക് വരുന്നത് ഞാൻ കാണാൻ സാധിച്ചു. പരീക്ഷണം ചെയ്യാൻ ഉപയോഗിച്ച സാധനങ്ങൾ എന്തെല്ലാമാണ്? പ്ലാസ്റ്റിക് കുപ്പി, ബക്കറ്റ്, വെള്ളം, സുഷിരം ഉണ്ടാക്കാനുള്ള ആണി അല്ലെങ്കിൽ ചെറിയ കമ്പി. അത് വെച്ചല്ലേ നമ്മൾ പ്ലാസ്റ്റിക് കുപ്പിയുടെ ഓട്ട ഉണ്ടാക്കുക, അതായത് സുഷിരം ഉണ്ടാക്കുന്നത്, ഹോൾസ് ഉണ്ടാക്കുക. നെക്സ്റ്റ് പേജ്. ഇന്നലെ പെയ്ത മഴ. അത് നമുക്ക് വായിച്ചു നോക്കാം. അതൊരു പെരുമഴയായിരുന്നു. മഴയ്ക്ക് മുമ്പ് ആകാശം ആകെ ഇരുണ്ടു. ശക്തമായ കാറ്റിൽ മരങ്ങൾ ആടി ഉലഞ്ഞു. വലിയ ഇടിയും മിന്നലും വന്നു. ഞാൻ പേടിച്ചു പോയി. സന്ധ്യയും മഴയും ഒന്നിച്ചാണ് വന്നത്. ഇടയ്ക്കിടെ തോർന്നും പിന്നെയും പെയ്തും മഴ ഒരുപാട് നേരം നീണ്ടു. രാത്രി നല്ല തണുപ്പുണ്ടായിരുന്നു. ഉറങ്ങാൻ നല്ല സുഖം. രാവിലെ ഉണർന്നപ്പോൾ മഴ തോർന്നിരിക്കുന്നു. തൊടിയിലെ ചെടികൾക്കെല്ലാം പുതുമഴ കിട്ടിയ സന്തോഷം. വഴിയിലും ഓടയിലും കെട്ടിക്കിടന്ന ചപ്പുചവറുകൾ ഒഴുക്കിക്കളഞ്ഞ് മഴ അവിടം വൃത്തിയാക്കി. പക്ഷെ എന്തു ചെയ്യാം, എല്ലാ അഴുക്കുകളും വന്നു നിറഞ്ഞത് ഞങ്ങളുടെ മുറ്റത്തായിരുന്നു. മഴയുടെ കുസൃതി ഇത്തിരി കൂടുന്നുണ്ട്. ഇതൊരു കുട്ടിയുടെ മഴ അനുഭവമാണ്. ഓക്കെ, ഇതൊരു കുട്ടി എഴുതിയ മഴ അനുഭവമാണ് കേട്ടോ. അപ്പൊ ഇതുപോലെ എന്ത് ചെയ്യണം? ഞാനും മഴ അനുഭവം എഴുതാം. നിങ്ങളുടെ മഴ അനുഭവമാണ് എഴുതാൻ പറയുന്നത്. ഇപ്പൊ ഇവിടെ ഈ കുട്ടി എഴുതിയ പോലെ നിങ്ങളുടെ മഴ അനുഭവത്തെ കുറിച്ചാണ് ഇവിടെ എഴുതാൻ പറയുന്നത് കേട്ടോ. അതേപോലെ ഇവിടെ അഭിനയിക്കാം എന്ന് കണ്ടില്ലേ. ഇവിടെ എന്താണ്? വിറയാണ്, നനയാണ്, കുളിര് കോരണ. ഈ സീൻസ് ഒക്കെ എന്ത് ചെയ്യണം? അഭിനയിക്കാൻ പറയും. ക്ലാസ്സിൽ ടീച്ചർ പറയുമ്പോൾ ചെയ്ത് കാണിച്ചു കൊടുക്കുക. എങ്ങനെയാണ്? വിറയണ പറയുമ്പോൾ നമ്മൾ ആ എക്സ്പ്രഷൻ ഇട്ടിട്ട് അഭിനയിച്ച് കാണിച്ചു കൊടുക്കുക. ഓക്കെ, അങ്ങനെ അഭിനയിക്കാം എന്നതാണ് ഇവിടെ പറയുന്നത്. അതുപോലെ നമ്മുടെ നമുക്ക് അത് മഴ അനുഭവം എന്താന്ന് നോക്കാം. മഴ അനുഭവം എഴുതും. ഒരു എക്സാമ്പിൾ ആണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. ഇതുപോലെ നിങ്ങളുടെ മഴ അനുഭവമാണ് എഴുതേണ്ടത്. സ്കൂൾ തുറക്കുന്ന ദിവസമായിരുന്നു മഴയും എത്തിയത്. സ്കൂളിലേക്ക് പോകുന്ന ഞങ്ങൾ കുട്ടികളെ വരവേൽക്കാൻ മഴ നേരത്തെ തന്നെ എത്തി. പുറത്ത് നല്ല മഴ പെയ്യുന്നത് കൊണ്ട് എനിക്ക് സ്കൂളിലേക്ക് പോകാൻ തോന്നിയതേ ഇല്ല. ജനലിലൂടെ മഴ പെയ്യുന്നത് നോക്കി ഞാൻ കുറേ നേരം നിന്നു. പെട്ടെന്ന് അമ്മ വന്ന് വിളിച്ചു.
സ്കൂളിൽ പോവണ്ടേ? കുളിച്ചു വന്ന് പ്രഭാതം ഭക്ഷണം കഴിക്കാൻ എന്നോട് പറഞ്ഞു. മഴ ആസ്വദിക്കാനായില്ലല്ലോ എന്ന സങ്കടത്തോടെ ഞാൻ പോയി. സ്കൂളിലേക്ക് ഇറങ്ങാൻ നിൽക്കുമ്പോഴും പെരുമഴ ആയിരുന്നു. കുടയും ചൂടി അമ്മയുടെ കൈ പിടിച്ച് ഞാൻ പതുക്കെ സ്കൂളിലേക്ക് നടന്നു. വഴിയിൽ എല്ലാം ചെറിയ ചെറിയ നീർച്ചാലുകൾ രൂപപ്പെട്ടിരിക്കുന്നു. റോഡിലൂടെ പോകുന്ന വണ്ടികൾ എല്ലാം വെള്ളം തെറിപ്പിച്ചാണ് പോകുന്നത്. എൻ്റെ മേലെ എല്ലാ സ്കൂൾ എത്തുമ്പോഴേക്കും വെള്ളം നനഞ്ഞിരുന്നു. സ്കൂളിൽ എത്തി അമ്മ നനവെല്ലാം തുടച്ചു തന്നു. എന്നെ അവിടെ ഇരുത്തി അമ്മ തിരിച്ചുപോയി. സങ്കടമായെങ്കിലും പുറത്തേക്ക് നോക്കിയപ്പോൾ മഴ പെയ്യുന്നത് കാണാൻ നല്ല രസമായിരുന്നു. ഞാൻ കുറച്ച് പേപ്പർ ബോട്ടുകൾ ഉണ്ടാക്കി വരാന്തയിൽ പോയി. അവിടെ ചെറിയ നീർച്ചാൽ രൂപപ്പെട്ടിരുന്നു. അതിലേക്ക് ബോട്ട് വെച്ച് അത് ഒഴുകിപ്പോയി. ബെല്ലടിക്കുന്നത് വരെ ഞാൻ അങ്ങനെ കളിച്ചു. അതെനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു മഴ അനുഭവമായിരുന്നു. അപ്പൊ ഇതൊരു കുട്ടിയുടെ ഒരു മഴ അനുഭവമായിട്ടാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ മഴ അനുഭവം എഴുതുക. അടുത്ത പേജ് മഴ ചൊല്ലുകൾ കണ്ടെത്താം. നമ്മൾ കടങ്കഥ പഠിച്ചു അല്ലെ? കുടയുമായി ബന്ധപ്പെട്ട കടങ്കഥകൾ പഠിച്ചു. ഇവിടെ നമ്മൾ എഴുതാൻ പോകുന്നത് മഴയുമായി ബന്ധപ്പെട്ട ചൊല്ലുകളാണ്, പഴഞ്ചൊല്ലുകളാണ് എഴുതാൻ പോകുന്നത്. ഒന്നിവിടെ എഴുതിയിട്ടുണ്ട്, മഴ തോർന്നാലും മരം പെയ്യും. കണ്ടില്ലേ? മഴ തോർന്നാലും മരം പെയ്യും. ഇങ്ങനെ പറഞ്ഞത് എന്തുകൊണ്ട്? ഇതുപോലെ മഴച്ചൊല്ലുകൾ കേട്ടിട്ടില്ലേ? അവ ക്ലാസ്സിൽ പറഞ്ഞു നോക്കാം. മഴ തോർന്നാലും മരം പെയ്യുമെന്ന് പറയാൻ കാരണം എന്താ? ആ മരത്തിലെല്ലാം മഴത്തുള്ളികൾ നിൽക്കുന്നുണ്ടാവും അല്ലേ? കുറേ നേരം കഴിഞ്ഞാൽ മരം ആടുമ്പോൾ അല്ലെങ്കിൽ ആ കൊമ്പുകൾ ആടുന്ന സമയത്ത്, ഇലകൾ ആടുന്ന സമയത്ത് എന്ത് സംഭവിക്കും? മഴ പോലെ ആ വെള്ളം താഴോട്ട് പെയ്യും അല്ലേ? താഴോട്ട് പെയ്യും. അതാണ് മഴ തോർന്നാലും മരം പെയ്യും എന്ന് പറയുന്നത്. മറ്റു മഴച്ചൊല്ലുകൾ എന്തൊക്കെയാ? കുംഭത്തിൽ മഴ പെയ്താൽ കുപ്പയിലും പൊന്ന്. മകരത്തിൽ മഴ പെയ്താൽ മലയാളം മുടിയും. മഴ തോർന്നാലും മരം പെയ്യും. മഴ ഒന്ന് പെയ്താൽ മരം ഏഴ് പെയ്യും. അത്തം കറുത്താൽ ഓണം വെളുക്കും. തിരുവാതിരയ്ക്ക് തിരുമുറിയാതെ. ഇതെല്ലാം മഴയുമായി ബന്ധപ്പെട്ട പഴഞ്ചൊല്ലുകളാണ്. അടുത്ത പേജ് മഴത്തുള്ളി കഥ പറയുമ്പോൾ. മഴത്തുള്ളിയുടെ സ്വന്തം കഥ സ്വയം പറയുകയാണ് കേട്ടോ. കടലിൽ കൂട്ടുകാരോടൊപ്പം തുള്ളി കളിക്കുകയായിരുന്നു ഞാൻ. ആരാണ് ഈ ഞാൻ? മഴത്തുള്ളി. കൂടെ കളിക്കാൻ ധാരാളം പേർ. വല്ലാത്ത ചൂട്, സഹിക്കാൻ പറ്റുന്നില്ല. ഞാനല്ലാതെയായി മാറുന്നോ? കൂട്ടുകാരോടൊപ്പം ഞാനും ആകാശത്തേക്ക് ഉയർന്നു. ഞങ്ങൾ മേഘങ്ങളിൽ ഒളിച്ചു. ടേ ടേ ടോ ടോ. ഞങ്ങൾക്ക് പേടിയായി. കാറ്റ് ആഞ്ഞു വീശി. തണുപ്പ് കൂടി വന്നു. കൂട്ടുകാർക്കൊപ്പം തുള്ളിയായി മഴയായി ഞങ്ങൾ താഴേക്കെത്തി. ഒഴുകി ചാലുകളായി തോട് നിറഞ്ഞു, പുഴ നിറഞ്ഞു. വീണ്ടും ഞങ്ങൾ കടലിലേക്ക്. അപ്പൊ ഒരു മഴത്തുള്ളിയുടെ കഥയാണ് ഇവിടെ പറയുന്നത് അല്ലെ? ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് 4 ചോദ്യമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം, കടലിൽ കളിച്ചത് ആരാണ്? ആരാ കടലിൽ കളിച്ചത്? മഴത്തുള്ളി അല്ലെ? മഴത്തുള്ളിയാണ് കടലിൽ കളിച്ചത്. മഴത്തുള്ളി അല്ലെങ്കിൽ വെള്ളത്തുള്ളി എന്ന് എഴുതിയാലും ശരിയാണ് കേട്ടോ ഉത്തരം. മഴത്തുള്ളി അല്ലെങ്കിൽ വെള്ളത്തുള്ളി. വെള്ളത്തുള്ളികൾ മേഘങ്ങളിൽ ഒളിക്കാൻ കാരണം എന്ത്? എന്തുകൊണ്ടാണ് വെള്ളത്തുള്ളികൾ മേഘങ്ങളിൽ ഒളിക്കാൻ കാരണം എന്താ? ഇവിടെ രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരവുണ്ട്. മഴയായി വീണ്ടും പെയ്യാൻ വേണ്ടിയാണ് വെള്ളത്തുള്ളികൾ മേഘത്തിൽ ഒളിച്ചത്. മൂന്നാമത്തെ ചോദ്യം, വെള്ളത്തുള്ളികൾ പേടിച്ചത് എന്തിനാ? ഇടിയൊച്ച ശബ്ദം കേട്ടിട്ടാണ് പേടിച്ചത്. നാലാമത്തെ ചോദ്യം, കാറ്റ് ആഞ്ഞു വീശിയപ്പോൾ എന്ത് സംഭവിച്ചു? കാറ്റ് ആഞ്ഞു വീശിയപ്പോൾ തണുപ്പ് കൂടി വന്നു. വെള്ളത്തുള്ളികൾ മഴയായി പെയ്ത് താഴോട്ടെത്തി. നെക്സ്റ്റ് പേജ് ഒരു സംഭാഷണമാണ്. ഒരു കുട്ടി മഴത്തുള്ളിയുമായുള്ള ഒരു സംഭാഷണമാണ്. കുട്ടി മഴത്തുള്ളിയോട് ചോദിക്കുകയാണ്, മഴത്തുള്ളി നീ എന്തിനാ ആകാശത്തേക്ക് ഉയർന്നത്? മഴത്തുള്ളി, ചൂട് സഹിക്കാൻ വയ്യാഞ്ഞിട്ടാണ്. കുട്ടി. അപ്പൊ കുട്ടി എന്തായിരിക്കും അടുത്ത ചോദിക്കുക? എന്തോ കുട്ടി ചോദിക്കുന്നുണ്ട്. മഴത്തുള്ളി ഉത്തരം കൊടുക്കുന്നത് എന്താ? ടേ ശബ്ദം കേട്ടിട്ടെന്ന് മഴത്തുള്ളി പറയുന്നുണ്ട്. അപ്പൊ കുട്ടി എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക? നീ എന്തിനാണ് പേടിച്ചത് അല്ലെ? അപ്പൊ മഴത്തുള്ളി പറയും ടേ ശബ്ദം കേട്ടിട്ട്. അടുത്തത് കുട്ടി എന്താ ചോദിക്കുന്നത്? വീണ്ടും എങ്ങനെ നീ താഴോട്ടെത്തി? നീ എങ്ങനെ വീണ്ടും താഴോട്ടെത്തിയത്? അപ്പൊ മഴത്തുള്ളി പറയാണ്, കാറ്റ് ആഞ്ഞു വീശിയപ്പോൾ തണുപ്പ് കൂടി വന്നു. കൂട്ടുകാർക്കൊപ്പം തുള്ളിയായി മഴയായി ഞങ്ങൾ താഴോട്ടെത്തി. ഒരു കുട്ടിയും മഴത്തുള്ളിയുമായിട്ടുള്ള സംഭാഷണമാണിത്. അടുത്തത് കണ്ടെത്താം എഴുതാം. എന്റെ നാട്ടിലെ ജലസ്രോതസ്സുകൾ. അപ്പൊ ഏതൊക്കെയാണ് ജലസ്രോതസ്സുകൾ? എവിടെ നിന്നൊക്കെയാണ് നമുക്ക് വെള്ളം കിട്ടുക? നമ്മള് ടാപ്പ് എന്നൊന്നും എഴുതരുത്. ടാപ്പ് എന്നൊന്നും പറഞ്ഞ് ജലസ്രോതസ് അല്ല. നമ്മള് പുഴ, കിണർ, കുളം, വാട്ടർ റിസോഴ്സസിനെയാണ് നമ്മൾ ജലസ്രോതസ് എന്ന് പറയുക. അപ്പൊ എവിടെ നിന്നൊക്കെയാണ് നമുക്ക് വെള്ളം കിട്ടുന്നത്? പുഴയിൽ നിന്ന് കിട്ടും അല്ലെ? പുഴ, നദി, പിന്നെന്താ? അണക്കെട്ട്. അതായത് ഡാമാണ് അണക്കെട്ട് എന്ന് പറയും മലയാളത്തില്. പിന്നെ കുളം, പിന്നെന്താ? പിന്നെ എവിടെ നിന്നാ കിട്ടുക? നെക്സ്റ്റ് നമ്മുടെ കടല്, കിണറ്. ഇവിടെ നിന്നൊക്കെ എന്താണ്? നമുക്ക് ഇതെല്ലാം ജലസ്രോതസ്സുകളാണ്. നമ്മുടെ നാട്ടിലുള്ള ജലസ്രോതസ്സുകളാണത്.
അടുത്തത് പ്രതികരിക്കാൻ പോസ്റ്റർ വാക്യങ്ങൾ തയ്യാറാക്കാം. പോസ്റ്റർ ആണ് ഇവിടെ എഴുതാൻ പറയുന്നത്. ഒരു പോസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ? എന്താണ് ചിത്രത്തിൽ കാണുന്നത്? അതായത് ജലസ്രോതസ്സുകൾ മലിനപ്പെടുത്തുക, ഫാക്ടറിയിൽ നിന്നുള്ള വേസ്റ്റ് വാട്ടറും അതേപോലെ കണ്ടോ വേസ്റ്റ് എല്ലാം അവിടെ കൊണ്ടുപോയിട്ടിട്ടുണ്ട്, വെള്ളത്തിൽ കൊണ്ടുപോയിടുന്നു. അപ്പൊ ഇതെന്താണ്? പൊല്യൂഷനെ കുറിച്ചാണ് പറയുന്നത് അല്ലെ? മാലിന്യങ്ങളെ കൊണ്ട് തള്ളുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. എവിടെ കൊണ്ട് തള്ളുന്നത്? ജലസ്രോതസ്സുകളിൽ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട പോസ്റ്റാണ് ഇവിടെ കാണുന്നത്. അരുതേ, മലിനമാക്കരുതേ, ജലസ്രോതസ്സുകൾ നാടിൻ സമ്പത്ത്. അപ്പൊ ഇതുപോലെ നമുക്ക് എന്ത് എഴുതാം? ഒരു പോസ്റ്റർ വാക്യം എഴുതുകയാണെങ്കിൽ ജലം ദൈവത്തിൻ വരദാനം, ജലം പാഴാക്കരുതേ, ജലമില്ലെങ്കിൽ നാം ഇല്ല. ഇതുപോലെ എന്ത് ചെയ്യുക? ഒരു പോസ്റ്റർ ആണ് എഴുതേണ്ടത്. ലാസ്റ്റ് പേജ് ഒരു ചെറിയൊരു കവിതയാണ് ഇവിടെ തന്നിരിക്കുന്നത്. കേരളവുമായി ബന്ധപ്പെട്ട, നമ്മുടെ നാടുമായി ബന്ധപ്പെട്ട ചെറിയൊരു കവിത. നമുക്കിത് വായിച്ചു നോക്കാം. കുളിരുണരും മലയുടെ നാട്, തെളിയൊഴുകും പുഴയുടെ നാട്, നീലക്കടലലയുടെ നാട്, ഇത് നമ്മുടെ കേരള നാട്. തെങ്ങോലപ്പീലി വിരിച്ചിട്ടാടുക നാടേ മയിലാട്ടം, പനയോലപ്പീലി നിവർത്തിയാടുക നാടേ തിറയാട്ടം, നെൽവയലുകൾ തത്തപ്പച്ച, താഴ്വരയിൽ വാഴപ്പച്ച, കാടിൻ കരിനീലപ്പച്ച, തളിരിലകളിലിളം പച്ച, പല പച്ചകൾ ചേർത്തു വരച്ചൊരു ചിത്രം നമ്മുടെ കേരള നാട്. കേരളവുമായി ബന്ധപ്പെട്ട ചെറിയൊരു കവിതയാണത്. ഇതിനെന്ത് ചെയ്യൊരു ഈണം കൊടുത്ത് ക്ലാസ്സിൽ അവതരിപ്പിക്കാമെന്നാണ് പറയുന്നത്. ഈണം കണ്ടെത്തി ഒന്നിച്ചു പാടാം. ചോദ്യമുണ്ട്, കേരളത്തിന്റെ എന്തെല്ലാം പ്രത്യേകതകളാണ് കവിതയിൽ പറഞ്ഞിട്ടുള്ളത്? മലകളുള്ള നാട് എന്ന് പറയുന്നുണ്ട് അല്ലെ? മലകളുള്ള നാട്, പുഴകളുള്ള നാട്, കടലുകളുടെ നാട്, തെങ്ങുകളുടെ നാട്, പനകളുടെ നാട്, നെൽവയലുകളുടെ നാട്. അപ്പൊ നമ്മുടെ കേരളവുമായി ബന്ധപ്പെട്ട എന്തിന്റെയൊക്കെ നാടെന്നാണ് ഇവിടെ കേരളത്തിന്റെ പ്രത്യേകതകളാണ് പറയുന്നത്. ധാരാളം നെൽവയലുകളുണ്ട്, പനകളുണ്ട്, തെങ്ങുകളുണ്ട്, കടലുണ്ട്, പുഴയുണ്ട്, മലയുണ്ട്. എവിടെ? നമ്മുടെ കേരളത്തിൽ, നമ്മുടെ നാട്ടില്. ഇത്രയുമാണ് നമ്മുടെ ഒന്നാമത്തെ പാഠത്തിൽ നമ്മൾ പഠിക്കുന്നത്. നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ കൂട്ടർക്കും ക്ലാസ് ഇഷ്ടമായില്ലേ? ക്ലാസ് ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.